കാത്തിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫലം ഞാൻ മാത്രം പറഞ്ഞു തരാ. റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അങ്ങൊരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? നാളെ നോമ്പാണോ, മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞ് ഇശായിന് പള്ളിയിലെ ബാങ്ക് വിളിക്കുമ്പോ, അല്ലാഹുവേ നാളെ നോമ്പാണോ നോമ്പാണോ നോമ്പാണോ, നോമ്പായിരിക്കണേ എന്ന ആഗ്രഹത്തോട് നാളെ റമദാനാണോ എന്ന് കാത്തിരിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? 2 മാസക്കാലം ദുആ ചെയ്ത് കാത്തിരുന്ന റമദാൻ, ആ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, അന്നത്തെ ദിവസം അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? എന്റെ പ്രിയമുള്ള ഉപ്പമാരോട്, സഹോദരങ്ങളോട്, പൊന്നുമോനെ, നീ പള്ളിയിൽ പോയിട്ട് കാത്തിരിക്കണം ചെറുപ്പക്കാരാ. നാളെ നോമ്പാണോ എന്ന് ഫോണിലൂടെ അറിഞ്ഞാ പോരാ, പൊന്നുമോനെ, ടിവിയിലൂടെ അറിഞ്ഞാ പോരാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരിക്കണം ചെറുപ്പക്കാരാ. പടച്ചവന്റെ പള്ളിയിലിരുന്നിട്ട് നാളെ റമദാനാണെന്ന് അറിയാൻ കഴിയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, നിസ്കാരപ്പായിലിരിക്കുന്ന സമയത്ത് വേണം, നിസ്കാരപ്പായിലിരിക്കുന്ന സമയത്ത് വേണം നാളെ ഒന്നാമത്തെ നോമ്പാണെന്ന് നാളെ നിന്നോട് പറഞ്ഞു തരേണ്ടത്. അങ്ങനെ ഒരവസ്ഥയിലിരുന്ന നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്നു, സഹാബാ, റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു തരാം. നാളെ നോമ്പാണെന്നറിഞ്ഞാൽ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ഇദാ കാന അവ്വലു ലൈലത്തിൻ ഫീ ശഹ്രി റമദാൻ നളറല്ലാഹു തആല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, 2 മാസം കാത്തിരുന്ന പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ അല്ലാഹു വദാ തന്റെ അടിമയിലേക്ക് നോക്കുകയാ. നിസ്കാരപ്പായിലിരിക്കുന്ന, പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന, വിശുദ്ധ റമദാൻ എന്ന അതിഥിയെ സ്വീകരിക്കാൻ എപ്പോഴാണ് വരുന്നതെന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വമൻ നളറല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബുഹു അബദാ. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, മലിക്കുൽ ജബ്ബാറായ, സർവാധിനാഥനായ, സർവേശ്വരനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയായ മലിക്കുൽ ജബ്ബാറായ പടച്ചവനുണ്ടല്ലോ, അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ. റമദാനിന്റെ ഒന്നാമത്തെ രാത്രി അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, അല്ലാഹു നോക്കുന്ന നോട്ടമുണ്ടല്ലോ, എന്റെയോ നിങ്ങളുടെയോ മുഖത്തെങ്ങാണം അല്ലാഹു നോക്കിയാ ലം യുഅദ്ദിബുഹു അബദാ. വാപ്പാ, പിന്നെ പടച്ചവൻ നിന്നെ ശിക്ഷിക്കൂല, ഒരിക്കലും അല്ലാഹു നിന്നെ നരകത്തിലിട്ട് കരിക്കൂല, നരകത്തിൽ കിടന്ന് എരിയേണ്ട ഗത നിനക്ക് വരില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രി കാത്തിരിക്കണം ചെറുപ്പക്കാരോ. നാളെ നോമ്പാണോ എന്നറിയാൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കാരപ്പായിൽ നീ ഇരിക്കുന്ന സമയത്താണ് പടച്ചവന് ഭൂമിയിലേക്ക് നോക്കുന്നത്. അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ. ആ നോക്കുന്ന നോട്ടമെങ്ങാണം നിന്റെ മുഖത്തെത്തിയാ പിന്നെ നീ ആരാമോനെ, സ്വർഗത്തിന്റെ അവകാശിയാണ്. പിന്നെ നരകത്തിന്റെ തീ നിന്നെ ഹറാമോ, നരകത്തിന് നിന്റെ ശരീരം ഹറാമോ. അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം കെട്ടുന്ന ദിവസമാണെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചവന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന
ഇല്ലാ ബിറഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കരുണയില്ലാതെ, പടച്ചവന്റെ കാരുണ്യമില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ കരുണയില്ലാതെ അങ്ങും സ്വർഗ്ഗത്തിൽ കിടക്കില്ലേ നബിയേ? അങ്ങും സ്വർഗ്ഗത്തിൽ കിടക്കില്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പടച്ചവന്റെ കരുണയില്ലാതെ ഞാനും സ്വർഗ്ഗത്തിൽ കിടക്കില്ല സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പടച്ചവന്റെ കരുണയുണ്ടെങ്കിലേ സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയൂ. മരിക്കുന്ന സമയത്ത് ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഉപ്പയും ഓരോ ഉമ്മയും മദ്രസയിൽ പഠിക്കുന്ന അല്ലാഹുവേ 10 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ മോഹമെന്താ? ഈ പാതിരാത്രി സിറാജിന്റെ വയല് കേൾക്കാനല്ല നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാ. ഈ വയലിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, അല്ലാഹുവേ ഈ സദസ്സിലിരുന്നതിന്റെ മഹത്വം കൊണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറഞ്ഞു മരിക്കാനുള്ള കൊതി കൊണ്ടല്ലേ. വാപ്പാ നിസ്കാര തടമ്പ് കൊണ്ട് കഴിയില്ല, താടിയുടെ നീളം കൊണ്ട് കഴിയില്ല, പള്ളിയിലെ ഇമാമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഹജ്ജ് ചെയ്തവനാണ്, ഉംറ ചെയ്തവനാണ്, ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്ത് പള്ളിക്ക് കൊടുത്തവനാ, പാവങ്ങളെ സഹായിച്ചവനോ, ഏത് നല്ല കാര്യത്തിന് പൈസ ചോദിച്ചാൽ കൊടുക്കുന്നവനോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ശരീരം മുഴുവനും മറച്ചിട്ട് കയ്യിലെ തസ്ബീഹും പിടിച്ച് മജ്ലിസിനൂറിനാണെങ്കിലും വഅദിന്റെ സദസ്സിലാണെങ്കിലും പള്ളിയിലെ ക്ലാസ്സിലാണെങ്കിലും ഏത് നല്ല കാര്യത്തിന് വിളിച്ചാൽ പോകുന്നവളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെങ്ങളെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിനക്കാര് പറഞ്ഞു തന്നാലും ആര് പറഞ്ഞു തന്നാലും പറയാൻ ഭാഗ്യം വേണ്ടേ? നിന്റെ നാവ് പൊങ്ങണ്ട്, നിന്റെ നാവ് പൊങ്ങണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ആർക്കാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരാവുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലല്ലോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരുണ്ടല്ലോ. പിന്നെ എന്തിനാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? അവൻ അറിയാനിട്ടാടോ? എന്തിനാ ഓർമ്മപ്പെടുത്തുന്നത്? സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുത്താൽ ആ മനുഷ്യനത് പറയാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ കഴിയില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ, റമളാൻ ശഅബാൻ നമ്മളോട് വിട പറഞ്ഞ റമളാൻ കടന്നു വരുന്ന 1ാമത്തെ ദിവസമുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാരാ, അന്ന് റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് പള്ളിയുടെ മിനാരത്തിലെ നാളെ നോമ്പാണെന്ന് വിളിച്ചു പറയുന്നത് റോഡിൽ ഇരുന്നല്ല കേൾക്കേണ്ടത്, വീട്ടിലിരുന്നല്ല കേൾക്കേണ്ടത്, കടയിലിരുന്നല്ല കേൾക്കേണ്ടത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്നിട്ട് കേൾക്കണം പൊന്നുമോര്, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്നിട്ട് കേൾക്കണം പൊന്നുമോര്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇശാഇന്റെ സമയം കാത്തിരിക്കണം പൊന്നുമോള്. ആ സമയത്താണ് നിന്നോട് പറയുന്നത് നാളെ റമളാൻ ഒന്നാണെന്ന് പറയുമ്പോ ശുക്രിന്റെ സുജൂദ് ചെയ്യണേ, ശുക്രിന്റെ സുജൂദ് ചെയ്യണേ. നാളെ റമളാൻ ഒന്നാണെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞാ സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, സുജൂദിലേക്ക് വീഴണേ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ സമയത്ത് അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ്, അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആ സമയത്ത് നീ സുജൂദിൽ കിടക്കുകയാ, ആ സമയത്ത് നീ പള്ളിക്കകത്തിരിക്കുകയാ, ആ സമയത്ത് നീ നിസ്കാരപ്പായിരിക്കുകയാ. ആ നോട്ടമെങ്ങാണം നിന്റെ മുന്നിലേക്ക് എത്തിയാ, ആ നോട്ടം നിന്റെ മുഖത്തേക്ക് പടച്ചവൻ നോക്കിയാ, ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ നരകം നിന്നെ തൊടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നോമ്പ് ഒന്നാണെന്ന്
കേൾക്കേണ്ടത് പള്ളിയിലിരുന്നിട്ടാണ്. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നിട്ട് കേൾക്കണം. റോഡ് സൈഡിൽ ഇരുന്നല്ല കേൾക്കേണ്ടത്, ടിവിയുടെ മുന്നിലല്ല, അടുക്കളയിൽ ഇരുന്നല്ല, ബെഡ്റൂമിനകത്തല്ല, നിസ്കാര പായിൽ ഇരുന്നിട്ട് കേൾക്കണം. ആരെങ്കിലും നിന്നോട് നാളെ നോമ്പ് ഒന്നാണെന്ന് പറഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നീ സുജൂദിൽ വീഴണം. ആ സമയത്ത് അള്ളാഹു തന്റെ അടിമയുടെ മുഖത്തേക്ക് നോക്കും. ആ നോട്ടം കിട്ടിയ നരകത്തിന്റെ തീ പിന്നെ നിന്നെ തൊടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു രണ്ടാമത്തെ പ്രതിഫലം ഒറ്റ ദിവസത്തിന്റെ പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയത്തിൽ കിടക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചെറുപ്പക്കാരാ, റാത്തിരാവിന്റെ നോമ്പ് പോലും പിടിക്കാത്തവരുണ്ടല്ലോ, മെഹറാജിന്റെ നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പൊന്നുമോനെ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ, നീ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് 2 മാസം കാത്തിരുന്ന പരിശുദ്ധമായ റമദാനിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, നിന്റെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധമാക്കിയിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ സമയത്ത് സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളെ കുറിച്ച് നിനക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങള് എന്തൊരു സൗന്ദര്യമാ ചെറുപ്പക്കാരാ, എന്തൊരു സൗന്ദര്യമാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകം പോലും പറഞ്ഞില്ലേ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പങ്കാല് കണ്ടിട്ട്, കാലിന്റെ പുറം ഭാഗം കണ്ടിട്ട് വർഷങ്ങളോളം നിന്ന് പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നിസ്കാരപ്പായിരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ കാണുമ്പോ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഹൂറില്ലീങ്ങളായ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, യാ റബ്ബനാ, അവിടെ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബനാ ഇജ്അൽ ലനാ മിൻ ഇബാദിക അസ്വാജാ. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയില് അല്ലാഹുവേ, പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ, എല്ലാ വലിച്ചെറിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവരെ, ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലോ. പ്രായമുള്ള മുടിയെല്ലാം നരച്ചുപോയ വാപ്പാ, നീ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കാത്തിരിക്കുമ്പോ റമദാൻ നാളെയാണോ എന്നറിയാൻ ആകാംക്ഷയോടെ പടച്ചവരെ പള്ളിക്കകത്തിരിക്കുമ്പോ, ആ ഇരിക്കുന്ന നിന്നെ കണ്ടിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഇജ്അൽ ലനാ മിൻ ഇബാദിക അസ്വാജാ. ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലാ, ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലാ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. മൂന്നാമത്തെ പ്രതിഫലമെന്ത്? റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ത്? അല്ലാഹുവിന്റെ റസൂല് അതാ സഹാബത്തിന്റെ ഇടയിലിരിക്കുമ്പോ അവിടെന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയാ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അവിടെന്ന് ചോദിച്ചു, നബിയേ, എന്തേ നബിയേ സുബ്ഹാനല്ലാഹ് എന്ന് പറയാനുള്ള കാരണമെന്താ? എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാൻ പോകുന്നോ നബിയേ? എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവിടെന്ന് പറയുന്നു, ഉമറേ,
റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, ആ ദിവസം ഒരു മനുഷ്യന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ഉമറേ.